ഹലോ നമസ്കാരം. ഞാൻ ശാന്തകുമാരിയാണ്. ഒരു സങ്കടം പറയാൻ വേണ്ടി ഞാൻ കക്കൂസിൻ്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സങ്കടമുണ്ട്. ഇപ്പോൾ ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ. ഇത്ര നാളും ശാന്തി യഥാർത്ഥമായി ജീവിച്ചൊരു വ്യക്തിയാണ്. ഇപ്പോഴും അങ്ങനെയല്ല. ഞാൻ സത്യസന്ധമായിട്ട് ജീവിക്കുള്ളൂ. മരിക്കുന്നവരെ ആരെയും വഞ്ചിക്കില്ല, ചതിക്കില്ല, കത്തില്ല, നുണ പറയില്ല. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ കലർന്നതാണ്. ആർക്കൊക്കെയോ വേണ്ടി ഞാൻ ഇത്രയും കാലം ജീവിച്ചു. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതെനിക്ക് പഠിപ്പിച്ചു തന്ന എൻ്റെ മക്കൾ, ഞാൻ ഹൃദയം കൊടുത്ത് സ്നേഹിച്ച രണ്ട് വ്യക്തികൾ എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചു. ഞാൻ പഠിച്ചു. കാരണം ഒരു 3 ബൊമ്മകളില്ലേ, അതുപോലെ കണ്ടില്ല, കേട്ടില്ല, പറഞ്ഞില്ല, അഭിനയിക്കാൻ ഉള്ളിലൊരുപാട് വിഷമങ്ങളുണ്ട്. ഇത്രയും കാലം എന്നെ സ്നേഹിക്കണ്ടേ എന്ന് കരുതി എൻ്റെ ജീവിതത്തിന് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ച് എൻ്റെ ആരോഗ്യം പോയി, പണം പോയി, അതെല്ലാം പോട്ടെ, സ്വന്തം മുതലെല്ലാം പോട്ടെ, നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് കരുതിയ ആൾക്കാർ ഇന്ന് എന്നെ ചപ്പുപോലെ വലിച്ചെറിഞ്ഞ് അവരതിൻ്റെ സുഖങ്ങൾ നോക്കിപ്പോയി. പക്ഷേ ഈ സുഖം നോക്കിപ്പോയ വ്യക്തികളൊന്ന് ചിന്തിക്കണം, കുറച്ച് കാലങ്ങളും കഴിയുമെങ്കിൽ ഈ സുഖം നോക്കിപ്പോയതാണ്. കാരണം കല്യാണം കഴിഞ്ഞ് മക്കളും ഭാര്യയും കുട്ടികളും ഉള്ളവരും ഭർത്താവും കുട്ടികളും ഉള്ള പെണ്ണുങ്ങളും വേറെ സുഖം നോക്കി പോകുന്നത് അത് ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചാൽ. കാരണം നമുക്ക് ഇരിക്കാൻ വീടുണ്ട്, ജീവിക്കാനുള്ള ചുറ്റുപാട്, പണിയെടുത്താൽ ജീവിക്കാൻ സുഖമായിട്ട്, അങ്ങനെ കരുതി ജീവിക്കുന്നതിൽ ഉള്ള സുഖം പോരാഞ്ഞിട്ടാണല്ലോ വേറൊരാണിൻ്റെ കൂടെ പോകുന്നതും വേറൊരു പെണ്ണിൻ്റെ കൂടെ പോകുന്നതും. പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഒരു കുറച്ച് നാളും കൂടി പോകുമ്പോൾ ഈ തെറ്റ് ചെയ്യുന്ന സുഖം നോക്കി പോകുന്ന ആണിനും പെണ്ണിനും മനസ്സിലാവും എന്താണ് എന്നുള്ളത്. അന്നും ഞാൻ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാവും. ഈ ശാന്തി എന്നും അങ്ങനെ തന്നെ ജീവിക്കുള്ളൂ, സത്യസന്ധതയിൽ മാത്രം. ഈ ഭൂമിയിൽ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല, നല്ല പേര് മാത്രമേ ഉള്ളൂ. പൂച്ച പാല് കുടിക്കുമ്പോൾ ചിന്തിക്കുന്നത് ആരും കാണില്ല എന്നാണ്. പക്ഷെ പൂച്ചയാണ് കണ്ണ് അടച്ചിരിക്കുന്നതെന്നുള്ളത് പൂച്ചയ്ക്ക് ബോധമില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ അഭിനയിക്കുന്നത് കണ്ടില്ല, കേട്ടില്ല, പറഞ്ഞില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം അവനവൻ ചെയ്യുന്ന പണിക്കുള്ള കൂലി അവനവൻ തന്നെ വാങ്ങിച്ചു ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന്. ഞാനിത് കക്കൂസിൻ്റെ ഉള്ളിലിരുന്നാണ് പറയുന്നത്. കാരണം എൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച് ഇത് പറയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാനിത് കക്കൂസിൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നു. എല്ലാവരും ക്ഷമിക്കണം. വിഷമം ഉള്ളിൽ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ മാറിയില്ലെങ്കിൽ ഞാനിത് ഭ്രാന്തിയായി തകർന്നു പോകും. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവരവർ ചെയ്യുന്ന തെറ്റുകളിൻ്റെ ശിക്ഷ അവരവർ തന്നെ അനുഭവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു കുടുംബം.